എൻ്റെ അച്ഛൻ്റെ മരണം നടന്ന അടുത്ത ദിവസമാണ്. ഈ റോഡിന് പടിഞ്ഞാറ് വശത്തുള്ള എൻ്റെ വീടിരിക്കുന്ന കിഴക്കുവശത്താണെങ്കിലും പടിഞ്ഞാറ് വശത്തുള്ള ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും അതിനെക്കുറിച്ച് ഒരു അറിവ് പോലും ലഭിച്ചില്ല ഈ ഒരു അവസ്ഥ കാരണം. നമസ്കാരം, അമ്പലപ്പുഴ വാർത്തകളിലേക്ക് സ്വാഗതം. ഒരു നാടിന്റെ അതിജീവന പോരാട്ടം 600 ദിവസങ്ങൾ പിന്നിടുന്നു. അമ്പലപ്പുഴ പായൽകുളങ്ങരയിലെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമര സമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം 600ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവഗണനകളുടെയും അധികാരികളുടെ കടുത്ത ഉദാസീനതയുടെയും 600 ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ സമരം കൂടുതൽ ശക്തമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഇവിടെ എല്ലാവർക്കും സഹകരിക്കാനും പോകാനും ഒരു വഴി വേണം, അത് അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ പിന്നെ ഇവിടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനമൊന്നും ഇല്ല, എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. അത് ഞങ്ങൾക്ക് വഴിയെ കിട്ടിയേ പറ്റത്തുള്ളൂ. ഈ വഴിക്ക് വേണ്ടി ഏതറ്റം വേണമെങ്കിലും ഞങ്ങൾ പോയി, അല്ലാതെ പിന്നോട്ട് മാറത്തില്ല വഴി കിട്ടാതെ. എൻ്റെ അച്ഛൻ്റെ മരണം നടന്ന അടുത്ത ദിവസമാണ്. ഈ റോഡിന് പടിഞ്ഞാറ് വശത്തുള്ള എൻ്റെ വീടിരിക്കുന്ന കിഴക്കുവശത്താണെങ്കിലും പടിഞ്ഞാറ് വശത്തുള്ള ഒരുമാതിരിപ്പെട്ട ആളുകളൊന്നും അതിനെക്കുറിച്ച് ഒരു അറിവ് പോലും ലഭിച്ചില്ല ഈ ഒരു അവസ്ഥ കാരണം. ഇതിന്റെ ഭാഗമായി ജൂലൈ 19 ഞായറാഴ്ച വൈകിട്ട് പായൽകുളങ്ങര സമരപ്പന്തലിൽ വെച്ച് വൻ ജനപങ്കാളിത്തത്തോടെ പൊതുസമ്മേളനം സംഘടിപ്പിക്കും. അമ്പലപ്പുഴ MLA G സുധാകരനാണ് ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ദേശീയപാത 66ന്റെ വികസനം അതിവേഗം പുരോഗമിക്കുമ്പോഴും പായൽകുളങ്ങര ജംഗ്ഷനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നിലവിലെ അവസ്ഥയിൽ കച്ചേരിമുക്ക് കഴിഞ്ഞാൽ പിന്നെ 4 കിലോമീറ്റർ കഴിഞ്ഞുള്ള പുറക്കാട് മാത്രമാണ് ദേശീയപാത മുറിച്ചുകടക്കാൻ മറ്റ് മാർഗമുള്ളത്. ഇതോടെ പായൽകുളങ്ങര പ്രദേശം രണ്ടായി വിഭജിക്കപ്പെടുന്ന അവസ്ഥയിലാണ്. പ്രദേശത്തെ പ്രധാന തൊഴിൽ മേഖലയായ പീലിംഗ് മേഖലയെ ഇത് പൂർണ്ണമായും തകർക്കും. കൂടാതെ പായൽകുളങ്ങര ക്ഷേത്രം, കിഴക്കേവീട് ക്ഷേത്രം, അഞ്ചാലുംകാവ് ക്ഷേത്രം, പറമ്പിൽ ക്ഷേത്രം, SNDP ഗുരുമന്ദിരം എന്നിവിടങ്ങളിലേക്ക് ഭക്തർക്ക് എത്തിച്ചേരാൻ മറ്റ് വഴികളില്ലാത്ത സാഹചര്യമാണ്. സുനാമി ബാധിത മേഖല കൂടിയായ ഇവിടെ ഒരു അടിപ്പാത അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ജനകീയ സമരസമിതി ഭാരവാഹികളായ ചെയർമാൻ K ഉത്തമൻ, വർക്കിംഗ് പ്രസിഡന്റ് ജൂബി സുകുമാരൻ, കൺവീനർ NK സഞ്ജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ അധികാരികൾക്ക് നിരവധി തവണ പരാതികൾ നൽകിയിരുന്നെങ്കിലും ആദ്യം അനുകൂലമായ യാതൊരു ഫലവും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെ പായൽകുളങ്ങരയിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. KC വേണുഗോപാൽ MP ദേശീയപാത അതോറിറ്റിക്ക് അടിപ്പാത അനുവദിക്കാനായി നിർദ്ദേശിച്ച് നൽകിയ 7 പ്രധാന സ്ഥലങ്ങളുടെ പട്ടികയിൽ പായൽകുളങ്ങരയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് നാടിന് വലിയ പ്രതീക്ഷ നൽകുന്നു. ഈ വിഷയത്തിൽ സമരസമിതി ഭാരവാഹികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. ഈ സമരം ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായിട്ടാണ്. ആ ആവശ്യത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ഈ സമരത്തിന്റെ ഇത്രയും ദൈർഘ്യത കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാര്യം നമ്മുടെ ഈ പ്രദേശത്ത് ഏതാണ്ട് ഇവിടുന്ന് പുറക്കാട് വരെ, കച്ചേരിമുക്കിൽ നിന്ന് പുറക്കാട് വരെ ഏകദേശം 4 കിലോമീറ്റർ അടുത്ത് നമുക്ക് വഴിയില്ല എന്നുള്ളത് നമ്മൾ ഞെട്ടിക്കുന്നൊരു സത്യമാണ്. ആ സത്യം തിരിച്ചറിഞ്ഞ മനുഷ്യർ, ഈ നാട്ടുകാർ, അല്ലാതെ ഈ നമ്മുടെ സമരത്തിന് യാതൊരുവിധ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാരായ മനുഷ്യർ ദൈനംദിനം സംഘടിച്ച് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇത്രയും ദിവസം പിന്നിടുകയാണ്. നമുക്ക് ഏറെക്കുറെ പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങളാണ് ഈ അടുത്ത കാലത്തായി നമ്മുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കാണേണ്ടത്. കാര്യം അധികാരികളായാൽ തീർച്ചയായിട്ടും MLA MP എന്ന നിലയ്ക്ക് ഇപ്പോൾ നമുക്കിത് സാധ്യമാക്കി തരാനുള്ള എല്ലാ ഇടപെടലുകളും അവരുടെ ഭാഗത്തു നിന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി സാറിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് സാധ്യമാക്കി തരാനുള്ള ശ്രമങ്ങൾ വലിയ ഗൗരവമായി തന്നെ അവരെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സമരം ഒരർത്ഥത്തിലും പരാജയമാകുന്നില്ല. പരാജയമെന്നത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ല. കാര്യം ചില ഘട്ടങ്ങളിലൊക്കെ ഈ സമരം ഇനി എന്തെന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രദേശത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രങ്ങൾ, പീലിംഗ് സംബന്ധമായ തൊഴിലിടങ്ങൾ, ശരിക്കും ഇത് പറഞ്ഞാൽ ജനനിബിഡമായി ഈ പ്രദേശത്ത് എലിവേറ്റഡ് തൂണുകളിൽ പോകേണ്ടതായിരുന്നു. ഇപ്പോൾ ഈ പ്രദേശത്ത് ഇടുങ്ങിയ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഈ എക്സ്പ്രസ് ഹൈവേ കടന്നു പോകുമ്പോൾ ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതാകുന്ന
ഈ പ്രദേശത്ത് ഒരു മരണം നടന്നിട്ട് പോലും അടുത്ത വീട്ടിലെ ആളുകൾക്ക് എത്തിപ്പറ്റാൻ പറ്റാത്തൊരവസ്ഥ. കച്ചേരിമുക്കിൽ നിന്ന് ഇപ്പോൾ കച്ചേരിമുക്കിൽ പണിയുന്ന സ്പാനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് നമ്മുടെ പ്രദേശത്തുകൂടെ കടന്നു പോകുന്ന തരത്തിലാക്കി തരാതെ നമ്മൾ സമരത്തിൽ നിന്ന് പിന്മാറില്ല. അതെ, നാളത്തെ പൊതുസമ്മേളനം ഈ പോരാട്ടത്തിന്റെ പുതിയൊരു അധ്യായമായി മാറും. കൺവീനർ NK സഞ്ജീവൻ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ വർക്കിംഗ് പ്രസിഡന്റ് ജൂബി സുകുമാരൻ അധ്യക്ഷത വഹിക്കും. പുഴക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഗോപകുമാർ MD, സുനിത U എന്നിവർ സംസാരിക്കും. സമരസമിതി വൈസ് ചെയർമാൻ A ഗോപകുമാർ തമ്പി നിവാസ് കൃതജ്ഞത രേഖപ്പെടുത്തും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് മുഴുവൻ പ്രദേശവാസികളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് സമരസമിതി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പായൽക്കുളങ്ങരയുടെ ന്യായമായ ഈ ആവശ്യത്തിന് അധികൃതർ എത്രയും വേഗം അനുമതി നൽകുമെന്ന് തന്നെ പ്രത്യാശിക്കാം.